പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രാർത്ഥനകൾക്കും സഹായ സഹകരണങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി നന്ദി നന്ദി. പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്ന നിങ്ങളെ കർത്താവ് അധികമായി തന്ന് തൃപ്തി വരുത്തട്ടെ. പ്രാർത്ഥന ഒട്ടും കുറവില്ല. വേഗത്തിൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂടിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മീറ്റിംഗ് വേഗത്തിൽ തുടങ്ങുവാൻ കഴിയുമെന്ന് കർത്താവിൽ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥന ഇനിയും ആവശ്യം. അതുപോലെ നിങ്ങളുടെ സഹായ സഹകരണങ്ങളും നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്കും വലിയ പ്രതിഫലം അങ്ങ് നിത്യതയിലുണ്ട്. ഈ ലോകത്തിലും നിങ്ങൾ ആ പ്രതിഫലം കൈപ്പറ്റും. അത് നിങ്ങൾ പ്രാപിക്കുന്നവരായി മാറുവാൻ പ്രാർത്ഥനയോടെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. കടന്നു വരുവാൻ കഴിയുന്ന ദൂരങ്ങളിലുള്ളവർ അതിനായി ഒരുങ്ങുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു പക്ഷേ ദൂരദേശത്തായിരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നെയ്യാറ്റിൻകര, അമരവിള, ഉദയം, കുളങ്ങര ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവരെ ഇൻഫോം ചെയ്യുക. അവരോട് പറയുക വൈകുന്നേരം 3 മണി മുതലായിരിക്കും. സമയവും അനുകൂലമെന്ന് കരുതുന്നു. സാഹചര്യവും കർത്താവ് അനുകൂലമാക്കി തീർക്കും. ദൈവപ്രവൃത്തിയിലേക്കുള്ളൊരു വാതിൽ ദൈവം തുറന്നു തരും. നിങ്ങളിലൂടെ, ഞങ്ങളിലൂടെ, അല്ല നമ്മിലൂടെ അത് സാധ്യമായി തീരട്ടെ. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരാലോചന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനദൂതായി നിങ്ങളുമായി പങ്കുവച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വലിയ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വാക്യം ഇതാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അന്നേരം രാജാവ് ദൈവപുരുഷൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കയിൽ എലീശ ചെയ്ത വൻ കാര്യങ്ങളെയൊക്കെയും നീ എന്നോട് വിവരിച്ചു പറക എന്ന് കൽപ്പിച്ചു. ദൂത്, നീ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട് അറിയാത്ത, നിനക്ക് വേണ്ടത് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ചിലരുടെ അടുക്കലേക്ക് നിനക്ക് മുമ്പായി നിന്നെക്കുറിച്ച് പറയുവാൻ ചിലരെ ദൈവം അയക്കും. ഒരിക്കൽ കൂടെ, അവിടെ നിനക്കൊരു നീതി കിട്ടേണ്ട ആ സ്ഥാനത്ത്, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ട ആ സ്ഥാനത്ത്, ആ ജോലി സ്ഥലത്ത്, അവിടെ നീ പോയി നിൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്താ? പൊയ്ക്കോ, മതി, അല്ലേ, ഇനി ഇവിടെ തുടരണ്ട. ചിലരോട് നേരിട്ട് പറയുന്നില്ല, മറിച്ച് ശമ്പളം ഓരോ മാസവും കിട്ടിക്കൊണ്ടിരുന്നത് 2 മാസത്തിലൊരിക്കലായി, 3 മാസത്തിലൊരിക്കലായി, പിന്നെ പെട്ടെന്ന് അത് കുറയ്ക്കലായി. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സേവനങ്ങൾക്ക് കാലാവധിയായി, ഇനി പോകാം. ചിലരോട് അവർ നേരിട്ട്, അയ്യോ ഇവരൊക്കെ ഇത്ര കഠിന ഹൃദയന്മാരോ എന്ന് ചിന്തിക്കും വിധത്തിൽ വിളിച്ചു പറയും, മതിയാക്കിക്കോ, വേറെ ജോലി നോക്കിക്കോ. ഇനി ഈ 50-ാം വയസ്സിൽ നീ കരയുക, നിന്നോടുള്ള ദൂത, ഇനി എവിടെ പോയി ജോലി കണ്ടുപിടിക്കും? അതാ നിൻ്റെ അവസ്ഥ. സ്തോത്രം. നീ നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് സഹോദരി. നിൻ്റെ ഭർത്താവിനെക്കുറിച്ചാണ്, നിന്നെക്കുറിച്ചാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ നഷ്ടപ്പെട്ടവനായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എങ്ങനെയെന്നോ, നിനക്ക് വേണ്ടി നീ കരഞ്ഞിട്ട് കാണാത്ത, നീ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത, നിൻ്റെ അവസ്ഥ എത്ര തന്നെ വിവരിച്ചിട്ടും നിനക്ക് അതിന് പറ്റുന്നുമില്ല. ഗദ്ഗതം കൊണ്ട് വാക്കുകൾ പുറത്തു വരുന്നില്ല. നീ വിചാരിച്ചതെന്താ? നിന്നെ അവർക്ക് നല്ലതുപോലെ അറിയാം. അയ്യോ, പക്ഷേ അവർ നിന്നെ അറിഞ്ഞൂടാത്തതുപോലെ പൊട്ടം കളിക്കുക. കരയുക സഹോദരി. നീ നിനക്ക് വേണ്ടി നല്ലതുപോലെ സംസാരിക്കുവാൻ കഴിവുള്ളവനെ ദൈവം അവിടെ അയക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, അയ്യോ ഈ ദൈവദാസൻ വെറുതെ രാവിലെ ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടട്ടെ എന്ന് പറഞ്ഞങ്ങ് പറയുന്നതായിരിക്കും. അല്ലെന്നേ, വന്നേ. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ എലീശ എന്ന ശക്തനായ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ശബ്ദം ലോകത്തോട് അറിയിക്കുന്ന കാലഘട്ടത്തിൽ ശമരിയിലൊരിക്കൽ വലിയൊരു ക്ഷാമം കടന്നു വന്നു.
ക്ഷാമത്തെ തുടർന്ന് പ്രവാചകന് വേണ്ടി മാളിക മുറി ഒരുക്കിയ, പ്രവാചകനിലൂടെ തനിക്കില്ലാതിരുന്ന തലമുറയെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത ആ തലമുറയുടെ മരണത്തിൽ നിന്ന് പോലും അവനെ വിടുവിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് കിട്ടുമാറാക്കിയ ഒരു സ്ത്രീ, ശൂനേംകാരത്തി, അവളും അവളുടെ കുടുംബവും ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി മറ്റൊരു ദേശത്തിലേക്ക് പോയി. നീണ്ട 7 വർഷം ക്ഷാമം കഴിഞ്ഞു. അവർ തിരിച്ചു വന്നു. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. എല്ലാം പോയി. വയലുകളുണ്ട്, ആടുമാടുകളുണ്ട്, വസ്തുവകകളുണ്ട്, കഴുതകൾ, എല്ലാമുള്ള വലിയ കുടുംബമാണ്. സ്തോത്രം. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിരുന്ന ചിലർ, ഒന്നുമില്ലാത്തവരെ പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു. അല്ലേ? പെട്ടെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നഷ്ടപ്പെട്ടു. വളരെ പ്രതീക്ഷയോടെ അവൾ കടന്നു വന്നത്. കാരണം അത് അവരുടെ അധ്വാന ഫലമല്ലേ. അവർ കാലാകാലങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണ്, കൃഷി ചെയ്ത് ചേർത്ത് വെച്ചത്, അവർ നട്ട് വളർത്തിയ വൃക്ഷങ്ങൾ, അവരുടെ മൃഗസമ്പത്ത്. അന്നൊരു ഫാമിലി, റിച്ചായ ഫാമിലി ആയിരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണം. ഇന്നത്തെ പോലെയല്ല. അപ്പോൾ അതെല്ലാം ഉള്ള ഫാമിലി എല്ലാം പെട്ടെന്ന് നഷ്ടം. അയ്യോ, നീ കരയുക. ആ നഷ്ടപ്പെടലിനെ തുടർന്ന് നീ മുറിക്കകത്തിരിക്കുക. നിൻ്റേതല്ലാത്ത സ്ഥലത്ത് സഹായിക്കുവാൻ പലരും കാണുമെന്ന് കരുതി, എന്നാൽ സഹായിക്കുവാൻ ആരും ഇല്ലാതായിത്തീർന്ന സ്ഥാനത്ത് നീ ഭാരത്തോടെ ആയിരിക്കുക. കേൾക്ക്, നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതോ, നിനക്ക് വന്നു ചേരേണ്ടതോ, നീ പ്രാപിച്ചെടുക്കേണ്ടതോ നഷ്ടപ്പെട്ടു പോകുവാൻ, നഷ്ടപ്പെട്ടവളായി നീ മടങ്ങുവാൻ, അലയുന്നവളായി, ഒന്നുമില്ലാത്തവളായി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ അവൾ നോക്കിയിട്ട് എല്ലാം പോയി. നേരെ പരാതി പറയാൻ വേണ്ടി രാജാവിൻ്റെ അടുക്കൽ വന്നു. നോക്കിക്കൊള്ളേ. അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇന്നത്തെ കാലമൊന്നുമല്ല കേട്ടോ. പ്രമാണം, പത്രം, അതൊക്കെ പഴയ കാലമല്ലേ, അറിയാമല്ലോ. ഇന്ന് തന്നെ പാടാ. അതിനോർത്ത് വിഷമിച്ചിരിക്കുകയാണല്ലേ. കോടതിയിൽ വന്ന് ആര് വന്നിട്ട് എന്ത് കാര്യം? പ്രമാണമൊക്കെ അവർ റെഡിയാക്കി എടുത്തില്ലേ. പ്രിയപ്പെട്ടവർ തന്നെ, നിൻ്റെ അവകാശം നിൻ്റെ മക്കൾ അനുഭവിക്കേണ്ട. നീ ഇന്ന് വലിയ കടക്കാരനാ, നീ ഇന്ന് വലിയ ബാധ്യതയിലാണ്. നിനക്ക് വേണ്ടി രേഖകൾക്കപ്പുറമായി സംസാരിക്കുവാൻ കഴിയുന്ന ചിലർ നിൻ്റെ വിഷയത്തിൽ ഇടപെടുവാൻ പോകുക. സ്തോത്രം. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ കോടതിയിൽ, ആ പോലീസ് സ്റ്റേഷനിൽ, മധ്യസ്ഥന്മാരുടെ ഇടയിൽ നിനക്ക് വേണ്ടി രേഖകളെക്കാൾ ആധികാരികമായി സംസാരിക്കുവാൻ കഴിവുള്ള ചിലർ എഴുന്നേൽക്കുവാൻ പോകുക. അങ്ങനെയുള്ള ചിലർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഇല്ല. പക്ഷേ ദൈവം അങ്ങനെ ചിലരെ, നീ അറിയാത്ത ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പം നോക്കിയേ, ഇവിടെ കൊട്ടാരത്തിൽ വന്ന് പപ്പ എന്ന് പറഞ്ഞ് നിൽക്കുക. ഇതിങ്ങനെ സംഭവം, ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഈ ഇസ്രായേലിലെ രാജാക്കന്മാരില്ലേ, ഇവരുടെയൊക്കെ ആ സമയത്തുള്ള ശലോമോൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നുള്ള രാജാക്കന്മാരുടെ സ്വഭാവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ചിന്ത ഇതായിരിക്കും, എങ്ങനെ ഇത് ഈ രാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, എങ്ങനെ ഇത് തിരികെ പിടിക്കും, അല്ലേ? ഭയങ്കര ടെൻഷനാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആര് എനിക്ക് വേണ്ടി പറയും, എന്നെക്കുറിച്ച് ആര് നല്ലത് പറയും, ആരും നല്ലത് പറയുന്നില്ല, അല്ലേ സഹോദരി? നീ ഇപ്പോൾ മോശക്കാരൻ, നീ കഷ്ടപ്പെട്ടതും നിൻ്റെ ശരീരം പോലും നോക്കാതെ നിൻ്റെ പ്രിയപ്പെട്ടവനെയും നിൻ്റെ മക്കളെയും നോക്കിയതും, അവൻ്റെ വീട്ടുകാരെ നിൻ്റെ വീട്ടുകാരെ പോലെ കണ്ട് നോക്കിയതും സ്നേഹിച്ചതും ഓടിയതും അധ്വാനിച്ചതും എല്ലാം വെറുതെയായി. നീ ഇപ്പോൾ മോശക്കാരി, നിന്നെക്കുറിച്ച് കേൾക്കുവാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപമാനിക്കുന്നു, നിന്ദിക്കുന്നു, പുതിയ പുതിയ കഥകൾ പറയുക. ആര് നല്ലത് പറയാം, അല്ലേ? നല്ലത് പറയാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ, നിനക്ക് വേണ്ടി മാത്രം സംസാരിക്കുവാൻ, നിൻ്റെ ഭാഗം സംസാരിക്കുവാൻ, നിന്നെക്കുറിച്ച് സംസാരിക്കുവാൻ. നീ വിധവയായി അവിടെ നിന്ന്
തിരികെ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ നഷ്ടപ്പെട്ടവളായി, നീ പരാജയപ്പെട്ടവളായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദര, നീ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലിയായി എല്ലാം ആയപ്പോൾ പോയി. ഇപ്പോൾ നീ കുറഞ്ഞവൻ, എല്ലാം ആയപ്പോൾ അവർക്ക് ഒരുപാട് ആൾക്കാരായി. ആമേൻ. നീ കരയുക, പുറത്തു പറയാൻ പോലും കഴിയാതെ. ഭാര്യ നഷ്ടപ്പെട്ടു പോകുന്നു, മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു. ആരടുത്തും പറഞ്ഞ് നിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് നിന്റെ സങ്കടം. ദൈവം ചിലർ നിനക്ക് വേണ്ടി അയക്കുക. നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകുവാൻ, തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥിക്ക്, നിന്നോടാ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നിന്നോട് തന്നെ സഹോദര പ്രാർത്ഥിക്ക്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് നിന്നോടാ കർത്താവ് സംസാരിക്കുന്നേ. ഈ മെസ്സേജ് നിനക്ക് വേണ്ടിയാ. സ്തോത്രം. അപ്പോൾ നോക്കിയേ, ആ സ്ത്രീ ഇങ്ങനെ നിൽക്കുക. എങ്ങനെയാ ഇതൊന്ന് അവതരിപ്പിക്കുക? അപ്പോൾ അകത്ത് ഇവൾ പുറത്തിരിക്കുന്നു. അകത്ത് രാജാവിന് ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല. രാജാവ് കേൾക്കുന്നത് മുഴുവൻ പ്രവാചകനായ എലീശായെക്കുറിച്ചാണ്. അതല്ലെങ്കിലും അങ്ങനെ കർത്താവ് തിരഞ്ഞെടുത്തവനെക്കുറിച്ച് എവിടെയും എപ്പോഴും ചോദ്യങ്ങളും പറച്ചിലുകളും ഉണ്ടാകും. ആമേൻ. സ്തോത്രം. അത് നല്ലതായിട്ട് മാത്രമായിരിക്കണമെന്നില്ല കേട്ടോ. ദേവദാസ, നിന്നെക്കുറിച്ചാണ്. അയ്യോ, എന്നെക്കുറിച്ച് ആരും നല്ലത് പറയുന്നില്ലേ? അത് ദൈവം നിന്നെക്കുറിച്ച് ഒരുപാട് നല്ലത് പറയാൻ വച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തിന് പറയാൻ നല്ലതൊന്നും ഇല്ലാത്തതാ. ആമേൻ. സ്തോത്രം. ആമേൻ. ലോകം കുറ്റം പറയുമ്പോൾ തിരിച്ചറിയണ്ട, നല്ലത് ദൈവം നിന്നെക്കുറിച്ച് പറയിപ്പിക്കുവാൻ പോകുക. ശുശ്രൂഷക, നിന്റെ സഭ നിന്നെക്കുറിച്ച് നല്ലത് പറയുന്നില്ല. നീ പലർക്കും വേണ്ടി ഉപവസിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ആരും നല്ലതൊന്നും പറയുന്നില്ല. അയ്യോ, ഒരു നല്ലത്. ദൈവം നല്ലതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ആമേൻ. ചില ലോക്കൽസിനെ കൊണ്ട് പറയിപ്പിക്കാനല്ല, ചില ശ്രേഷ്ഠന്മാരെ കൊണ്ട് പറയിപ്പിക്കുവാൻ. യെസ്, ചില ശ്രേഷ്ഠന്മാർ നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക. നിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുവാൻ കഴിയുന്ന, നിൻ്റെ മിനിസ്ട്രിയുടെ അടുത്ത ലെവലിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ പോകുന്ന ചില ശ്രേഷ്ഠന്മാർ നിന്നെക്കുറിച്ച് നല്ലത് പറയുവാൻ പോകുക. അതെ, ഇത് പ്രൈസർ ഫാമിലിയോടുമുള്ള ദൂത. ആമേൻ. സ്തോത്രം. പ്രൈസർ ഫാമിലിയെക്കുറിച്ച് ചിലർ സംസാരിക്കുവാൻ പോകുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. അതിനായി ചിലരെ കർത്താവ് കണ്ടിരിക്കുന്ന കൃപയ്ക്കായി ചില ശ്രേഷ്ഠന്മാരുമായി പ്രൈസർ ഫാമിലിയെക്കുറിച്ച് ചിലർ സംസാരിക്കുവാൻ പോകുക. എന്താ സംസാരിച്ച് തുടങ്ങിയെന്നോ? നിന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പേർ സംസാരിക്കുവാൻ തുടങ്ങിയ അടുത്തൊരു ലെവലിലേക്ക് കാൽ വയ്ക്കുവാൻ. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കി, അപ്പോൾ എലീശയെക്കുറിച്ച് ഇങ്ങനെ കേട്ടിരുന്നപ്പോൾ രാജാവിന്, എന്ന എലീശ എന്തൊക്കെ ചെയ്തു ഒന്ന് പറ എന്ന് പറഞ്ഞ് ആരെയാണ് വിളിക്കുന്നത്? ഗേഹസിയെ, എലീശയുടെ ശിഷ്യനെ. അപ്പോൾ ഈ ഗേഹസിക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെ തന്നെ. അപ്പം നിങ്ങൾ ചോദിക്കുക, അതെന്താ ദൈവദാസനെന്ന്? സുവിശേഷം രണ്ട് രീതിയിൽ പ്രസംഗിക്കാം. ഒന്ന്, കഥ പറയാം. കഥയാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥാപ്രസംഗം, ചവിട്ട് നാടകം, പിന്നെ സ്റ്റേജിലിരിക്കുന്ന നല്ല ഡ്രസ്സ് ചെയ്തവരെ തെറി വിളിക്കാം, വല്ല നല്ല വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ട് വന്നവരെ തെറി വിളിക്കാം, ജാതി മത പറഞ്ഞ് തെറി വിളിക്കാം, പൈസ കൊടുക്കുന്നവനെ തന്നെ പുറകിലോട്ട് നോക്കി തെറി വിളിക്കാം, കഷ്ടപ്പെട്ട് സഭയുണ്ടാക്കിയവനെ തെറി വിളിക്കാം, വിശ്വാസികളെ തെറി വിളിക്കാം. ഇങ്ങനെ ഇതൊരു കഥയാണല്ലോ. ഇപ്പം ഈ സിനിമ സീരിയലൊക്കെ പോലെ എല്ലാം ഉണ്ട്. അടി, ഇടി, വെടി, പുക, നമ്മുടെ മസാല പടം പോലെ എല്ലാം ഉണ്ട്. തെറിവിളിയുണ്ട്, ബഹളമുണ്ട്. അയ്യോ, അങ്ങനെ പ്രസംഗിക്കാം. അതൊക്കെ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആകുമ്പോൾ കൈയടിക്കുന്നു, ഗ്ലോറി പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരുത്തൻ നിന്നിട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഒരാളിനെ 10 കുറ്റം പറയുക. അവൻ തിന്ന് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ തിന്ന് ഇരിക്കുന്നു. അപ്പോഴടുത്തിരിക്കുന്ന ആൾ ഗ്ലോറി ഹല്ലേലൂയ. അതെന്തിനാ? അവൻ തിന്നത് അവൻ കഷ്ടപ്പെട്ടിട്ടായിരിക്കും തിന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയും മക്കളും നല്ലതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും തിന്നത്. അതൊരു ഭാഗ്യമല്ലേ? വല്ലതും തിന്ന് നന്നായിട്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ഭാഗ്യമാണ്. 4 നേരം നല്ലത് തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്.
അത് മനസ്സിലാക്ക്. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കയറി തീറ്റി തിന്നാൻ പറ്റാതെ 4 ദിവസമായിട്ട് പനിയാണ്. നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഈ എനിക്ക് വയ്യാതൊക്കെ ആകുമ്പോഴാണ്, ശരീരം തളർന്നു പോകുമ്പോഴാണ് ആഹാരം ശരീരത്തിന് ആവശ്യമായിട്ട് വരുന്നത്. അല്ലാത്തപ്പോഴെല്ലാം നമുക്ക് ഉപവാസമായിട്ട് ഈസിയായിട്ട് പോകാൻ പറ്റും, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വിശപ്പിൻ്റെ വില അറിയുന്നത്. അങ്ങനെ വല്ലതും തിന്ന് ശരീരം നന്നായിരിക്കുന്നവനെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാന്നേ ഗ്ലോറി ഹല്ലേലൂയ പറയുന്നേ? ഒരു കൊച്ച് നല്ലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് കിടന്ന അവൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ നോക്കി നോക്കി ഇതിട്ടാ എൻ്റെ കുഞ്ഞു കൊള്ളായിരിക്കുമോ, ഇതിട്ടാ എൻ്റെ കുഞ്ഞു കൊള്ളായിരിക്കുമോ, ഇതിട്ടാ എൻ്റെ കുഞ്ഞു കൊള്ളായിരിക്കുമോ, ഇങ്ങനെ നോക്കി നോക്കി നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ അത് കൊണ്ടുവന്നിരിക്കുമ്പോൾ ആ കൊച്ചിനെ കുറ്റം പറഞ്ഞ് കരയിപ്പിച്ച് അവൾ ഇവിടെ നിന്ന് ചാടിപ്പോയി, മതവും മാറി വേറെ അതും കേട്ടിട്ട് ഹല്ലേലൂയ ഗ്ലോറി ഗ്ലോറി. ഇത് എളുപ്പമാണ് ഒരു സുവിശേഷ പ്രസംഗം. ഞാൻ പറഞ്ഞു നമ്മൾ പറയുന്നത് യേശു സൗഖ്യമാക്കും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവൻ പറയുന്ന കേട്ട് യേശു എങ്ങനെ എന്നെ സൗഖ്യമാക്കാൻ വന്നാൽ ഞാൻ എൻ്റെ രോഗത്തെ വിട്ടുകൊടുക്കൂലെന്ന്. യേശു സൗഖ്യമാക്കിയെന്ന് പറയുമ്പം കയ്യടിയുമില്ല, ഒന്നുമില്ല. ഇവിടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ആരുടെയും തുണിയുടെ അളവെടുത്ത തയ്യക്കാരനല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ഈ കിടുതാപ്പ് പരിപാടിയായിട്ട് നടന്ന ഫ്രോഡല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു സൗഖ്യമാക്കിയവനാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു വ്യഭിചാരിയായ സ്ത്രീയെപ്പോലും ഒപ്പമുള്ളവരുടെ കല്ലിന് വിട്ടുകൊടുക്കാതെ അവൾക്ക് വേണ്ടി നിന്ന് പോരാടിയവനാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ചുങ്കക്കാരെ മാറ്റി നിർത്താത്തവനാണ്. ബൈബിളിൽ പറഞ്ഞിരുന്ന യേശു തീനികളുടെയും കുടിയന്മാരുടെയും ഇടയിലിറങ്ങിയിരുന്ന് അവരോട് അവർക്ക് വേണ്ടത് നൽകി സുവിശേഷം പറഞ്ഞവനാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു 5000-ൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും വിശപ്പറിഞ്ഞവനാണ്, വിശപ്പിൻ്റെ വിലയറിഞ്ഞവനാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ലാസറിൻ്റെ കല്ലറയിൽ കരഞ്ഞവനാണ്. അല്ലാതെ ഇന്ന് ട്രെൻഡ് സെറ്ററായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് പാടിയ യേശു അല്ല. അപ്പോൾ ഈ സുവിശേഷം, അപ്പോൾ ഇത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഇത് നമ്മൾ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അങ്ങ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാലും തീരത്തില്ല. അമ്മാതിരി അത്ഭുതം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്കറിയാം. നീ ജീവിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ആമേൻ. അല്ലെങ്കിൽ പറയും സ്തോത്രം, നീ ജീവിക്കുന്നത് ഒരു അത്ഭുതമാണ്. സ്തോത്രം. പിന്നെ വിശ്വസിക്കുന്നേ, നീ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മ കാണും. വിശ്വസിക്കുക, അതിനായി ഒരുങ്ങ്. താങ്ക് യു ലോർഡ് യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഈ പുള്ളിക്കും ഇതുപോലെ എലീശയെക്കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. ആമേൻ. മറ്റേ കുറേ വേറെ ഉണ്ട് അവിടെ ടീമുകൾ പ്രവാചകന്മാരായിട്ട്. രാജാവ് എന്തു പറയുമോ അത് കേട്ട അത് തന്നെ ശരി, രാജാവ് വെക്കോ, നീ യുദ്ധം ചെയ്തു, ഇപ്പം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട രാജാവിനെ പറഞ്ഞു വിട്ട് പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന ടീംസ് ഉണ്ട്. അവരെ പോലെയല്ല, ഇത് ഫുൾ അത്ഭുതമാണ്. ആമേൻ. ഇത് അത്ഭുതമാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ പ്രവാചകൻ എവിടെയുണ്ടോ അവിടെ വാഗ്വാദവും തർക്കവും തെറിവിളിയും വെല്ലുവിളിയും ബഹളവുമല്ല, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അപ്പോൾ ഈ ഗേഹസി ഇവിടെ പ്രശ്നത്തിലാണ്. എങ്ങനെ സംഭവം ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും? അമ്മാതിരി അത്ഭുതങ്ങളാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അമ്മാതിരി അത്ഭുതങ്ങളാണ്. പുതപ്പെടുക്കുന്നു, യോർത്താനെ അടിക്കുന്നു, യോർത്താൻ വിവാഹിക്കപ്പെടുന്നു. അയ്യോ പറയണ്ട. കരടി വരുന്നു, എത്ര കുഞ്ഞുങ്ങളെ കീറിക്കളഞ്ഞു. അത്ഭുതമാണ്. ചിലത് അത്ഭുതമാണ്. ദൈവം ചിലത് ഈ ധാർമ്മികത നോക്കി അങ്ങനെയൊന്നുമില്ല. ഭക്തന് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകും. നിന്നോടുള്ള ദൂതാണ്. നിനക്ക് വേണ്ടി നിൻ്റെ ദൈവം ഏതറ്റം വരെയും പോകും. നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിരിക്കുന്നത് പോലെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. മാതാവേ, പിതാവേ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നിൻ്റെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. ആമേൻ. അവർ നഷ്ടപ്പെട്ടവരായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. കോടാലി താഴെ പോകുന്നു, പൊങ്ങി വരുന്നു. വിധവയുടെ ഭവനത്തിനകത്ത് ചരുവത്തിൽ ഇങ്ങനെ എണ്ണ നിറഞ്ഞു വരുന്നു. അവൾ കോരി കൊടുക്കുന്നു.
പട്ടണം, ഓ സ്തോത്രം, അത് ശുദ്ധിയായി മാറുന്നു. ആ പട്ടണത്തിലെ ശാപം മാറിപ്പോകുന്നു. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ. രാജാവ് വിശ്വസിക്കുമെന്നുള്ള ടെൻഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞു തുടങ്ങി, കുറേ ആയി, ഒരരുവെന്ന് തുടങ്ങി വന്ന് ശൂനോങ്കാരിയുടെ വീട്ടിനകത്ത് വന്നതും അവിടെ അവൾ മാളികമുറി വെച്ച് കൊടുത്തതും അവൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നതും ദൈവമനുഷ്യനായ എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൾക്കൊരു കുഞ്ഞിനെ കിട്ടിയതും കുറേ ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞ് മരണപ്പെട്ടു പോയപ്പോൾ എലീശ വന്ന് അവൾക്ക് ജീവൻ കൊടുത്തതും രാജാവ് ഇങ്ങനെ ഇരിക്കുക. ഇവൻ തള്ളി ഇതാ കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും വന്നേ? ഏത് സമയത്താണോ ദൈവനെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയത്, മര്യാദയ്ക്ക് വെളിയിൽ എവിടെയെങ്കിലും നിന്നെ. അപ്പോഴുതണ്ടേ ആ സ്ത്രീ കയറി വരുന്നു. അപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്തൊരാളിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇതാ ഇവനിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, ഇവൻ്റെ തള്ളലിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അടുത്ത ആളിനെ വിളിക്കുക. ആരെ വിളിച്ചേ? നമ്മുടെ ശൂരയും കാരത്തിയ. അവളും ചെറുക്കനുമായിട്ട് അതാ കയറി വരിക. ഗേഹസി ഇങ്ങനെ ഇഞ്ചിയായി നിൽക്കുകയായിരുന്നു. എന്നാലും ഇതൊക്കെ ഞാൻ ആരോടാ പറഞ്ഞത്? നമ്മൾ പലരോടും പറയും പോലെ തന്നെ ഇതൊക്കെ ആരോട് പറയാനാ? മറ്റേ അവിടെ പോയി കൈയടിക്കാനല്ലേ പലർക്കും താല്പര്യം. ഓക്കെ, ശരി, അവിടെ നിൽക്കട്ടെ. ഈ ശൂന്യം കാരത്തെയും മോനും കൂടെ കയറി വരിക. ഉടനെ ഗേഹസി, രാജാവേ ഇത് തന്നെ ഇത് തന്നെ പ്രവാചകൻ പ്രാർത്ഥിച്ച് അമ്മയാക്കിയ സ്ത്രീ, ഇത് തന്നെ പ്രവാചകൻ പ്രാർത്ഥിച്ചു ഉയർപ്പിച്ച മകൻ. രാജാവ് അന്തം വിട്ടു. അയ്യോ, അത് തള്ളല്ലായിരുന്നോ? ശരിയാ, തള്ളൊന്നുമല്ലെന്നേ, ശരിയാ. ആമേൻ. ഇത് വെറുതെ പറയുന്നതല്ലേ, ശരിയാന്നേ. രാജാവ് ചോദിച്ചു, തന്നെ? അതേ രാജാവേ, ഇത് തന്നെ. ഉടനെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനെ വിളിക്കുക. അതെല്ലാം തിരിച്ചെടുത്ത് കൊടുത്ത് 7 വർഷം എന്തൊക്കെ അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ, അതെല്ലാം തിരിച്ചു കൊടുത്ത് സെറ്റിലാക്കിക്കൊള്ളണം. ആമേൻ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഗേഹസി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് ഇത് പറഞ്ഞ് ഫലിപ്പിച്ച് വല്ലതും നടക്കുന്ന കാര്യമാണോ? എവിടുന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ രാജാവ് അടുത്തവനെ വിളിക്കും. അതുണ്ടാകാൻ അനുവദിക്കത്തില്ല. ഇനി അങ്ങനെ നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നെന്നും പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് ആ മാനേജർ പോകത്തില്ല. ലോൺ സാക്ഷൻ ആക്കിയിട്ടേ പോകത്തുള്ളൂ, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിനക്ക് പറയുവാനുള്ളത് കേട്ട് നിനക്ക് വേണ്ടി ചെയ്യുവാനുള്ളത് ചെയ്യും. അതെ, അതിനു വേണ്ടി ദൈവം ചിലരെ അയക്കും. മനുഷ്യനെ അയക്കേണ്ടടുത്ത് മനുഷ്യനെ അയക്കും, ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനെ അയക്കും. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേന്നെ, നിന്റെ തലമുറകൾക്ക് വേണ്ടി മനുഷ്യനെ അയക്കേണ്ടടുത്ത് മനുഷ്യനെ അയക്കും. ദൈവം തൻ്റെ ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനെ അയക്കും. സാവകാശം കിട്ടുന്നില്ലേ? തെറുവിളിയാണോ? ബഹളമാണോ? ആമേൻ. കൊടുക്കേണ്ടത് തന്നെ അത് കൊടുക്കുവാൻ കഴിയുന്നതുവരെ സാവകാശം തരുവാൻ ദൈവം ചിലരെ അയക്കും. ആ വസ്തുവിൻ്റെ കച്ചവടം നടക്കുവാൻ സംസാരിക്കുവാൻ വേണ്ടി ദൈവം ചിലരെ അയക്കും. അത് നിനക്ക് തന്നെ കിട്ടുവാൻ, നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്നത് നിനക്ക് തന്നെ കിട്ടുവാൻ ദൈവം ചിലരെ സംസാരിക്കുവാൻ അയക്കും. ആ വിവാഹം മുടങ്ങിപ്പോകാതിരിക്കുവാൻ ദൈവം ചിലരെ അയക്കും. യെസ്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മാധവേ, നിന്റെ തലമുറയുടെ വിവാഹം മുടങ്ങിപ്പോകാതിരിക്കുവാൻ ദൈവം ചിലരെ അയക്കും. ആമേൻ, സ്തോത്രം. അതെ, നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എൻ്റെ യേശു വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. നീ കേൾക്കേണ്ടത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് മുമ്പേ ദൈവം ചിലരെ അയക്കും. കണ്ണുനീരോടെ നീ മടങ്ങാതിരിക്കുവാൻ, തലകുനിഞ്ഞ് നീ മടങ്ങാതിരിക്കുവാൻ, നീ നിരാശപ്പെട്ട് തകർന്നു പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം, അതെ ഒരിക്കൽ കൂടി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ നിനക്ക് മുമ്പേ അവിടെ അയക്കും. ചിലർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോ. ഇൻ്റർവ്യൂവിനായിട്ട് ധൈര്യമായിട്ട് പോയിക്കോ. നിനക്ക് വേണ്ടി നിനക്ക് മുമ്പേ ചിലർ സംസാരിച്ചിട്ടുണ്ട്. ഓ സ്തോത്രം. മോളെ ധൈര്യമായിട്ട് കടന്നു പോ. മോനെ ധൈര്യമായിട്ട് കടന്നു പോ. ആമേൻ. പാസ്പോർട്ട് ഓഫീസിൽ നേരത്തെ കർത്താവ് ആളയച്ചിട്ടുണ്ട്. സ്തോത്രം. എക്സാം ഹാളിൽ നേരത്തെ കർത്താവ് ആളയച്ചിട്ടുണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധൈര്യമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കോ. സൗഖ്യമാക്കുവാൻ കർത്താവ് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം വരേണ്ടടുത്ത് അവൻ വന്നിട്ടുണ്ട്. ദൂതനെ അയക്കേണ്ടടുത്ത് ദൂതനെ അയച്ചിട്ടുണ്ട്. പകരക്കാരെ അയക്കേണ്ടടുത്ത് പകരക്കാരെ അയച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. അതേന്നേ. അപ്പോൾ സ്തോത്രം പറയേണ്ടടുത്ത് സ്തോത്രം പറയണം, ഗ്ലോറി പറയേണ്ടടുത്ത് ഗ്ലോറി പറയണം.
മഹത്വം കൊടുക്കേണ്ടിടത്ത് മഹത്വം കൊടുക്കേണ്ടവർ മഹത്വം കൊടുക്കണം. ഇത് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഉപവസിച്ചാലേ പറ്റത്തുള്ളൂ. ആമേൻ. ആ ഉപവാസത്തിലും ഈ തെറിവിളി തന്നെ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ വിശ്വാസം വർദ്ധിക്കുന്ന വാക്കുകളാകണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവം അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ്റെ മുൻപിൽ അത്ഭുതങ്ങൾക്ക് കുറവില്ല. അവൻ ഉള്ളയിടത്ത് അത്ഭുതങ്ങൾക്ക് കുറവില്ല. അവനുള്ളവൻ്റെ ജീവിതം അത്ഭുതമാണ്. നിൻ്റെ ജീവിതം അത്ഭുതമാണ്. അത് വിശ്വസിക്കുവാൻ ഉപവസിക്കണം. പ്രൈസ് ഓഫ് ഫാമിലി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി, ചില സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചിലർ കടന്നുപോയി സംസാരിക്കുവാൻ, നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ ഒപ്പമുണ്ട്. നിങ്ങളുടെ മാത്രമായ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ചു നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുവാൻ പ്രൈസ് ഓഫ് ഫാമിലി താല്പര്യത്തോടെ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എത്തിക്കുക. അവരെയും പ്രൈസ് ഓഫ് ഫാമിലി കുടുംബത്തിൽ ചേർത്ത് നിർത്തുക. കൈയടിക്കുന്നെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ട് മാത്രം കൈയടിക്കണം. ഗ്ലോറി പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം എത്തും വിധത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ മേൽ ഗ്ലോറി പറയണം. അതിനായിട്ട് പ്രൈസ് ഓഫ് ഫാമിലിയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഓടിപ്പോകാതെ ചേർന്ന് പ്രാർത്ഥിക്കുക. വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വലിയ സാക്ഷ്യങ്ങളായി നമ്മൾ ഒരുമിച്ച് പറയും. ദൈവത്തിന് മഹത്വം കൊടുക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസ് ഓഫ് ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് എനിക്കൊരു ആത്മീയ ആരാധന നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരുന്നാലും ജോയിൻ ചെയ്യുവാൻ കഴിയും. ഇനി കടന്നു വരുവാൻ കഴിയുന്ന സ്ഥലത്ത് നിങ്ങളൊരു ആത്മീയ ആരാധനയ്ക്ക് പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് സ്വാഗതം. കുടുംബമായി കടന്നു വരിക. കുഞ്ഞുങ്ങളെയും കൂട്ടുക. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് പ്രൈസ് ഓഫ് ഫാമിലി. അവരും വളരട്ടെ. നമുക്കൊരുമിച്ച് അവരെ വളർത്താം, വളരാം. അതുപോലെ ഈ വെള്ളി ഞായർ ദിവസങ്ങളിലെ ലൈവ് ശുശ്രൂഷയുടെ ലിങ്കുകൾ അതത് സമയങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വരുന്ന ചില ദിവസങ്ങൾക്കകം ദൈവം അനുവദിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയായിരിക്കുന്ന നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന മീറ്റിങ്ങും ആരംഭിക്കും. അത് വൈകുന്നേരം 3 മണിക്കാണ്. എല്ലാവർക്കും സഭ, സംഘടന, സമുദായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരുടെയും കുറ്റം പറച്ചിൽ നിങ്ങൾ കേൾക്കണ്ട. ഞങ്ങൾ തെറി പറയുന്നത് കേട്ട് നിങ്ങൾ കൈയടിക്കണ്ട. ഞങ്ങൾ തെറി പറയത്തില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾ കേൾക്കും, അത്ഭുതങ്ങളെ നിങ്ങൾ കാണും, നിങ്ങൾ അത്ഭുതം അനുഭവിക്കും, നിങ്ങൾ അത്ഭുതം ആയി മാറും. അതിനായി ഒരുങ്ങി പ്രാർത്ഥിച്ച് കടന്നു വരിക. പിന്നെയും ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണങ്ങളും ഡേറ്റ് വേഗത്തിൽ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ കണ്ണടച്ചോ, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല ദിവസം. അപ്പം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ അണയ്ക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ സ്വർഗം ഈ ദിവസവും അടിയൻ ഒരുക്കിയ നല്ല ശ്രേഷ്ഠകരമായ അനുഭവത്തിനായി അടിയനങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ചില സ്ഥലങ്ങളിൽ, ചില ഇടങ്ങളിൽ ഇവർക്ക് വേണ്ടി അങ്ങ് ചിലരെ അയച്ച കൃപയ്ക്കായി, ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച കൃപയ്ക്കായി അടിയനങ്ങി സ്തുതിക്കുന്നു. ഇവരിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് ജോലി നൽകണമേ കർത്താവെ. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും, തൊഴിലിടത്തിലെ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇവരെ മാനിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ, വിശാലത വെളിപ്പെടട്ടെ, ബാധ്യതകൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ട സാലറികൾ ലഭിക്കട്ടെ, ഇൻക്രിമെൻറ്റുകൾ ലഭിക്കട്ടെ, പ്രൊമോഷനുകൾ ലഭിക്കട്ടെ, സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. ഇവർ വർദ്ധിച്ച് അങ്ങയുടെ നാമം ഇവരിലൂടെ ഉയരുവാൻ തക്കവണ്ണം ദേശത്തെ കൈവശമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കട്ടെ. താങ്ക് യു ലോർഡ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ,
വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പഠിക്കുവാനും ജോലി ചെയ്യുവാനും ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. വിസ വരട്ടെ, അഡ്മിഷൻ ലഭിക്കട്ടെ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല സ്വഭാവവും മാതൃകയുമുള്ളവരായി വളരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങളിൽ നിന്ന് തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. സംശയരോഗങ്ങൾ മാറട്ടെ. കലഹങ്ങൾ മാറട്ടെ. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ മാറിപ്പോകട്ടെ. താഴ്മയുള്ള വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. യേശുവേ, ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ബിസിനസ്സുകൾ മുഖാന്തരം ഇവരുടെ അങ്ങയുടെ നാമവും ഉയരപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്ത് പല നിലകളിൽ ബാധിക്കപ്പെട്ടവരെ അങ്ങ് വിടുവിക്കണമേപ്പാ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. ആത്മീയ മനുഷ്യരായി മാറട്ടെ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വർദ്ധിച്ചു വരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിലെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ട്യൂമറുകൾ മാറിപ്പോകട്ടെ. സർജറി ചെയ്യുവാൻ കഴിയാതെ ട്യൂമറുമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വിട്ടുമാറുന്ന കൃപയ്ക്കായി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.